യവനെക്കൊണ്ടുള്ളൊരു ശല്യം. ഏയ്, ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചോ? ഇല്ല, ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇംപ്രസ് ചെയ്യാനുള്ള ആദ്യത്തെ ശ്രമം ബൗൺസായി. എന്താ കൈ വിറയ്ക്കുന്നത്? അല്ല, ഞാൻ ആദ്യമായിട്ടാണ്. ആദ്യായിട്ടോ? സത്യം പറഞ്ഞ ഇന്നലെ വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ ആകെ നെർവസായി. പിന്നെ നിനക്ക് എന്റെ ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴാണ് ഒരു സമാധാനമായത്. അതുകൊണ്ടാ ഞാൻ ഈ പെണ്ണ് കാണൽ സെറ്റപ്പിന് വന്നത് തന്നെ. ആമിൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞേ? BBA സെക്കൻഡ് ഇയർ. BBA ഇൻട്രസ്റ്റിംഗ് അല്ലേ? എനിക്ക് ബോറിംഗ് ആയിട്ടാ തോന്നിയത്. ഗതികേട് കൊണ്ട് എടുത്തതാ. പൊട്ടച്ചോനെ, രണ്ടാമത്തെ ബോൺസ്. എക്സ്ക്യൂസ് മീ സർ, യുവർ ഓർഡർ സർ. 2 കോഫി. കോഫി ഷോപ്പ് ആയത് നന്നായി, ഇല്ലെങ്കിൽ. ശരി സർ. താങ്ക് യു സർ. ഇയാളുടെ വീട്ടിലാരൊക്കെയുണ്ട്? ഉമ്മ, ഉപ്പ, പിന്നെ അനിയൻ. എന്റെ വീട്ടില് ഉപ്പ, ഉമ്മ, താത്ത. താത്തന്റെ കല്യാണം കഴിഞ്ഞു. താത്ത പറഞ്ഞിട്ടാ ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് പോന്നെ. നിങ്ങൾ എവിടാ ജോലി ചെയ്യുന്നേ? ഞാൻ ഇൻഫോ പാർക്കിൽ. അപ്പൊ നല്ല സാലറി ഒക്കെ ഉണ്ടാവൂലേ? സാലറി മാത്തി പറ്റ പോലെ എഞ്ചിനീയർമാരുള്ള നാട്ടില് നല്ല ശമ്പളം. നിങ്ങൾ ഈ പത്രം ഒന്നും വായിക്കാറില്ലേ? സർ, കോഫി. പഞ്ചാര അധികം വേണ്ട. ഇയാൾക്കെന്നെ ഇഷ്ടായോ? അത് പിന്നെ അങ്ങനെ ചോദിച്ചാ നിങ്ങളെ സങ്കല്പത്തിലെ പെണ്ണിനെ പറ്റിയെന്ന് പറഞ്ഞേ. സുന്ദരിയായിരിക്കണം, പഠിക്കാൻ താല്പര്യമുള്ള ആളായിരിക്കണം, എന്റെ വീട്ടുകാരുമായിട്ട് ഒത്തുപോണം, പിന്നെ എന്നെ ഇഷ്ടമാണോ? ഇയാൾക്കോ? ഇതൊക്കെ തന്നെ. മോനെ, മനസ്സിൽ ലഡ്ഡു പൊട്ടി. BBA കഴിഞ്ഞിട്ട് എന്താ പ്ലാൻ? സ്റ്റേറ്റ്സിൽ പോയിട്ട് MBA ചെയ്യണം. MBA ഇൻട്രസ്റ്റിംഗ് ആണ്. ഇവിടെ താമസമൊക്കെ എങ്ങനെയാ? എന്റെ ഫ്രണ്ട് ഷൈജുവിന്റെ കൂടെയാ. ഇവിടെ മെഡിക്കൽ റെപ്പാ. ആളൊരു പാവാണ്. 2 എണ്ണം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തിനും ഞാൻ തന്നെ വേണം. എല്ലാ നല്ല ശീലങ്ങളും ഉണ്ട്. എന്നാ നന്നൊക്കെ ശ്രമിച്ചൂടെ? ഞാൻ അതിനുള്ള ശ്രമത്തിലാണ്. ഇപ്പോ വലി നിർത്തി. ഗുഡ്, അതെനിക്ക് ഇഷ്ടായി. അപ്പോ ഇങ്ങനെ കുടിച്ചിട്ടുണ്ടോ? കുടിക്കാത്തവരൊക്കെ ഊളന്മാരാണ് അളിയാ. ഇടയ്ക്കിത്തിരി സോഷ്യൽ ആവാൻ വേണ്ടി. ഇപ്പല്ല. ഇല്ലേ? അങ്ങനെ ചോദിച്ചാല് വല്ലപ്പോഴും. അതൊരു തെറ്റല്ലല്ലോ. നീയോ? അതൊച്ചോനെ, തീരുമാനമായി. ഉണ്ട്, 2 തവണ. എന്റെ അമ്മോ. ഒരിക്കൽ കോളേജ് ടൂർ പോയപ്പോഴും പിന്നെ The day he left me. The day he left me. എന്താ സീന്? അത് ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. ടീനേജ് ലവ്, ക്രാപ്പ്. പണി കിട്ടിയ ആളാണല്ലേ, പാവം. ആ, അത് പോട്ടെ. നിങ്ങളാരും പ്രേമിച്ചിട്ടില്ലേ? 1 അല്ല 2 എണ്ണം. ഒന്ന് പേര് ഹന്ന. അന്ന് ഞാൻ +2 അന്ന് എന്റെ ജൂനിയർ ആയിരുന്നു അവള്. ഞാനാണേ അവിടുത്തെ ടഫും. അന്നൊരിക്കല് ഒറ്റയ്ക്ക് കിട്ടി. ഞാൻ കാര്യം പറഞ്ഞു. പക്ഷെ അവളുടെ മറുപടി തന്നത് അവളുടെ ബാപ്പയായിരുന്നു. രണ്ടാമത്തേത് കോളേജിൽ വെച്ചായിരുന്നു. പേര് അശ്വതി. അത് മറ്റേ നമ്പർ ഒപ്പിച്ചിട്ടുള്ള മറ്റേ പരിപാടിയായിരുന്നു. അവളുടെ ചേട്ടൻ ഇതറിഞ്ഞു. അവിടുന്ന് നല്ല കിടിലനായിട്ട് ചേട്ടൻ തന്നേക്ക് വിളിച്ചു. അതോടുകൂടി ഞാനാ പരിപാടി നിർത്തി. ഇതൊക്കെ വല്ലതും പുറത്തു പറയാൻ പറ്റുമോ? ജാടത്തേണ്ടി ഇപ്പോഴും എന്നെ തപ്പി നടക്കുന്നുണ്ടാവും. അല്ല, അപ്പൊ എന്നെ പോലെ വികാരജീവിയാണല്ലേ? ഇതാരോടും പറയല്ലേ കേട്ടോ, നാട്ടക്കേസാ. ആരും അറിയരുത്. എങ്ങനെയുണ്ട് ജോലിയൊക്കെ? കൊള്ളാം. ഓട്ടോമോട്ടീവ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്. കുഴപ്പമില്ല. അവിടുത്തെ ഒരു കോർ ടീം മെമ്പറാണ് ഞാൻ. That's great. എങ്ങനെയുണ്ട് ഓഫീസ്? നല്ല സ്കോപ്പുള്ള സെക്ടർ അല്ലേ? കൊള്ളാം. എനിക്കൊരു പ്രൊജക്ട് ലീഡർ ഉണ്ട്, അനീഷ്. മഹാപന്നിയാ. എപ്പോഴും എന്റെ അഞ്ഞത്തിട്ടാ. അവനിട്ടൊരു പണി ഞാൻ കൊടുക്കുന്നുണ്ട്. പൊട്ടച്ചോനെ, ബടായോറാവുന്നുണ്ടോ? ഹോ, വല്ലാത്ത ധൈര്യം തന്നെ. ഈ ഓപ്പൺ ആയുള്ള സംസാരം എനിക്ക് ഇഷ്ടായി.
മോനെ മനസ്സിൽ മറ്റൊരു ലഡു പൊട്ടി. അത് പോട്ടെ, ഹോബീസ് എന്തൊക്കെയാ സഖാവേ? സോറി, അങ്ങനെ വിളിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെ? ഇല്ല സഖാവേ, ഞാൻ ഒത്തിരി വായിക്കും, ധാരാളം സിനിമ കാണും. സിനിമ എനിക്കൊരു പാഷനാണ്. ഈ സിറ്റിയിൽ വന്ന തന്നെ അഭിനയിക്കാൻ ഒരു ചാൻസിന് വേണ്ടിയിട്ടാണ്. പിന്നെ എഴുതി കംപ്ലീറ്റ് ആക്കിയ ഒരു സ്ക്രിപ്റ്റും ഉണ്ട് കയ്യില്. ഇതൊന്നും ഇത്താത്ത അറിയരുത് കേട്ടോ, ബാപ്പ അറിഞ്ഞാല്. ഇല്ല, ഇന്നലെ കല്യാണം കഴിഞ്ഞ സിനിമ നടനായ പെണ്ണിന്റെ ഭാഗ്യം എന്നല്ല എല്ലാരും പറയൂ. അല്ല, ഇത്താത്ത അത്ര വലിയ പാറയാണോ? ഹലാക്കിന്റെ അവിലും കഞ്ഞിയാണ്. അളിയൻ തിരി കൊളുത്തിടും, ബാക്കി ഇത്താത്തായിക്കോളും. എന്നെ നല്ല ഇഷ്ടാണ്, ലേശം വിവരക്കേടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ എന്നെ നല്ല പേടിയുമാണ്. കുർത്തുകേടിന്റെ യൂണിവേഴ്സിറ്റി ആണല്ലേ? 1 മിനിറ്റ്, ഞാൻ വാഷ്റൂം പോയിട്ട് വരാം. ഓ, അവളുടെ ആ പുഞ്ചിരി, ഓപ്പൺ ആയിട്ടുള്ള സംസാരം, ആ ക്യാരക്ടർ എല്ലാം എനിക്കിഷ്ടായി. എങ്ങനെയപ്പോ ഇതൊന്നും അവളോട് പറയാ? പറഞ്ഞാലോ? പിന്നെ അമി, ഞാൻ ഓക്കെയാണിക്ക. ഇനി നമ്മുടെ വീട്ടുകാര് കാര്യങ്ങൾ നോക്കട്ടെ അല്ലേ? ഇത്രയും കൂതറായിട്ടും പെണ്ണിന് കുഴപ്പമൊന്നുമില്ലേ? ഇത്രയുള്ള ഈ പെണ്ണ് കാണല്? സോറി, ചെയ്യുന്നതെല്ലാം യാന്ത്രികമായി പോയി. കൊഴപ്പില്ല ഇക്ക, ഞാനത് ഗിഫ്റ്റ് തരട്ടെ. ഗിഫ്റ്റ് ഒക്കെ വാങ്ങിയോ? സോ ഫാസ്റ്റ്. ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും തരാന്ന് കരുതി വാങ്ങിയതാ. പെണ്ണിത്തിരി സോഷ്യൽ കൂടെയാണ്. ഇഷ്ടായി. ഇക്കൊന്ന് കണ്ണടച്ചേ, ഞാൻ പറഞ്ഞിട്ട് തുറക്കാവൂ. ഇനി തുറന്നോ. തൊപ്പിയാണല്ലേ? സോറി മിസ്റ്റർ ഷാജഹാൻ, ഇത് സൂര്യയുടെ തൈകിട എന്ന് പറഞ്ഞ ഷോ ആയിരുന്നു. ഹായ് വ്യൂവേഴ്സ്,